അതിലേക്ക് വരാം. അഡ്വക്കേറ്റ് ബൈജു തിട്ടാല, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ തീർച്ചയായും ട്രംപിന്റെ പ്രചാരണ ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന് പറയുമ്പോഴും ഇത് അദ്ദേഹത്തിന്റെ സെക്കൻഡ് ടേമാണ്. ആദ്യ ടേമിൽ ഒരു ഭരണാധികാരി എന്ന നിലയിലുള്ള അനുഭവ സമ്പത്ത്, അതിൻ്റെ പോരായ്മകൾ ഉണ്ടാകാം. പക്ഷേ ആദ്യ ടൈമിൽ അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, ട്രംപിൻ്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു ലോകത്തധികവും സമാധാനമുണ്ടായിരുന്നത്. ഒരു പക്ഷേ അങ്ങനെ ഒരു സമാധാന പാതയിലേക്ക് ഇപ്പോൾ സംഘർഷഭരിതമായ ഇടങ്ങൾ പോലും വന്നേക്കാം എന്ന തരത്തിലുള്ള നിഗമനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അധികാരത്തിലേറിയതിന് ശേഷം ട്രംപിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന കടും പിടുത്തങ്ങൾ അത് അമേരിക്കയെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് തന്നെയായിരുന്നല്ലോ മുദ്രാവാക്യവും, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുമ്പോൾ. പക്ഷേ ട്രംപ് സ്വീകരിക്കുന്ന നിലപാടുകൾ, ഒന്ന്, ലോകത്ത് പല രാജ്യങ്ങൾക്കും അതിൽ അതൃപ്തി ഉണ്ടാകുന്നു അദ്ദേഹത്തിൻ്റെ താരിഫ് നയങ്ങളോട്. ഇപ്പോഴിതാ ഈ കുടിയേറ്റക്കാരെ കൈകാര്യം ചെയ്യുന്നതിൽ രാജ്യത്തിനകത്ത് തന്നെ വലിയ വിരുദ്ധമായ വികാരമുണ്ടാകുന്നു. അപ്പോൾ ട്രംപിൻ്റെ പ്രവർത്തികൾ അമേരിക്കൻ ജനതയെ വലിയ തോതിൽ അസ്വസ്ഥതപ്പെടുത്തുന്നു എന്നാണോ വായിച്ചെടുക്കേണ്ടത്? ഇതിൽ നമ്മൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജ് ഓഫ് വീക്ക്നെസ് ഓഫ് ട്രംപാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ ഇദ്ദേഹം ഈ താരിഫ് കൊണ്ടിരുന്നു. ലോകരാജ്യങ്ങളെല്ലാം തന്നെ അതിനോട് വളരെ മീൻസ് അതിനെ എതിർത്തുകൊണ്ടോ അല്ലെങ്കിൽ അത് വെൽക്കം ചെയ്യാത്ത രീതിയിലോ കൃത്യമായി റെസ്പോണ്ട് ചെയ്യുന്നു. അതിന് ഇപ്പം ഉദാഹരണമായിട്ട് കാനഡയിൽ മാർക്കോൺലി അധികാരത്തിൽ വന്നത് ആ താരിഫ് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ട്രംപിനെതിരെ ക്യാമ്പയിൻ ചെയ്തത് മാത്രമാണ്. അപ്പം ആ ഒരു എക്സ്റ്റേണൽ അമേരിക്കയ്ക്ക് പുറത്ത് ട്രംപിനെതിരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇന്ത്യയിൽ 11 ഇദ്ദേഹം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്റർവ്യൂ ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നു. ഇത് തെറ്റാന്ന് നമ്മുടെ കൗണ്ടർ പാർട്ട് പറയുന്നു. അപ്പോൾ മൊത്തമുള്ള ഇന്റർനാഷണൽ റിലേഷൻസ് മുഴുവൻ ഒരു ഒരു ഒരല്പം വയലേറ്റ് ആയ രീതിയിലാണ് സോഫാർ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ അതിന്റെ സെക്കൻഡ് സ്റ്റേജാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ അമേരിക്കൻസ് തന്നെ ഇതിനെതിരെ ചലഞ്ച് ചെയ്തു തുടങ്ങി. രണ്ടാമത് ഇത് ഈ സജിമോൻ ആന്റണി പറഞ്ഞതാണ് ഒരു പക്ഷേ അതിന്റെ ഫാക്ട്. അതായത് ഈ മസ്കും ട്രംപും തമ്മിലുള്ള ആ ഫൈറ്റ് മാറ്റാൻ വേണ്ടി കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രാറ്റജി ആയിട്ട് മാത്രമേ ഞാനിതിനെ കാണുന്നുള്ളൂ. പിന്നെ രണ്ട്, ഈ ഇമിഗ്രേഷൻ, ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ മുഴുവൻ ഡിപ്പോർട്ട് ചെയ്യാന്നുള്ള പൊളിറ്റിക്കൽ മാൻഡേറ്റിലാണ് അദ്ദേഹം അധികാരത്തിൽ വന്നു എന്ന് പറയുമ്പോൾ അതിനെതിരെ കടുത്ത വിയോജിപ്പ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ സ്ട്രീറ്റിൽ ഇറങ്ങിയിരിക്കുന്നവരാണ് സ്റ്റുഡൻസ്, വിദ്യാർത്ഥികളാണ് ഇറങ്ങിയിരിക്കുന്നത്. രണ്ടാമത്, ഈ സാഹചര്യത്തെ ഇത്രയും പ്രൊവോക്കേറ്റീവായ രീതിയിൽ യൂസ് ചെയ്യേണ്ടതിന്റെ യാതൊരു കാരണവും ട്രംപിനില്ലായിരുന്നു. രണ്ടാമത്, ഇല്ലീഗൽ ഇമിഗ്രൻസിനെ മൊത്തമായി ആ രാജ്യത്ത് നിന്ന് ഡിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇംപോസിബിൾ. ഇത് നടക്കാൻ പോകുന്നൊരു കാര്യമല്ലെന്ന് അഡ്മിനിസ്ട്രേഷന് കൃത്യമായി അറിയാമെന്നുള്ള ഒരു ഏതാണ്ട് ഒരു ധാരണയാണ് എനിക്കുള്ളത്. അതിന്റെ കാരണം, ഈ ഇത്രയും ആളുകളെ ഒരു വാസ്റ്റ് കപ്പാസിറ്റിയിൽ ഇവരെ പുറത്താക്കുക എന്ന് പറയുന്നത് നടക്കില്ല. അതിൻ്റെ ഒരു കാരണം, കാലങ്ങളായി ഇവരൊക്കെ അവിടെ ജനിച്ചു വളർന്നവരും അവിടെ ഉണ്ടായവരൊക്കെ. ഇപ്പം നമ്മുടെ ഒരു CIA ഒരു സിമിലർ സിറ്റുവേഷനാണിത്. അതായത് ഈ ആളുകളെ പുറത്താക്കുക, ഇത് പ്രായോഗികമായി നടക്കില്ല. ഇത് കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം അധികാരത്തിൽ വന്നത്. അധികാരത്തിൽ വന്ന ഒറ്റ കാരണം കൊണ്ട് ഇദ്ദേഹത്തിന് ഇതിലൊരു സ്റ്റാൻഡ് എടുക്കാം എന്ന് അദ്ദേഹം വെക്കുന്ന ആ തുടക്കത്തിൽ അദ്ദേഹം കുറെ ഗിമിക്കുകളൊക്കെ കാണിച്ചു. ഇന്ത്യയിലെ കുറെ ആളുകളെ ഡിപ്പോർട്ട് ചെയ്തു, പല രാജ്യങ്ങളിലേക്കും ആളുകളെ ഡിപ്പോർട്ട് ചെയ്തു. ഈ ഡിപ്പോർട്ട് ചെയ്ത് അതങ്ങ് നിന്നിരുന്നു. അതിൻ്റെ ആ ഒരു ഫേസ് അങ്ങ് മാറി. ആ ഫേസ് മാറിക്കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേജ് ഇദ്ദേഹം ഒന്ന് കാം ഡൗൺ ആയി. അപ്പോഴാണ് ഈ താരിഫ് വിഷയം ഉണ്ടാകുന്നത്. താരിഫ് വിഷയത്തിൽ ലോകരാജ്യങ്ങളെല്ലാം പുള്ളിക്കെതിരാകുന്നു. ഇപ്പം വീണ്ടും അടുത്ത വിഷയം ഇന്റേണൽ കോൺഫ്ലിക്റ്റിലാണ് ഇദ്ദേഹം. അതായത് ഈ ലോ ഇൻവോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് 4-5 പ്രാവശ്യമാണ്. ഒന്ന് എബ്രഹാം ലിങ്കന്റെ കാലത്ത്, പിന്നീട് അവിടെ റേഷ്യൽ ഹേറ്റ്മെന്റ് ഉണ്ടായപ്പോൾ, രണ്ടാമത് ഒരു റേസിസ്റ്റ് ആയുള്ള ഒരു ഓഫീസറെ വെറുതെ വിട്ടതിന്റെ പേരിൽ പീപ്പിൾ ടുക്ക് ടു ദ സ്ട്രീറ്റ്. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇതില് അവിടുത്തെ ഗവർണർ പറയുന്നത് ഇവിടെ ഈ ഫോഴ്സിനെ ഇൻവോക്ക് ചെയ്യേണ്ട ആവശ്യം ഇപ്പൊ ഇല്ല. അതെ. അതുപോലെ തന്നെ അതിൽ അവരുടെ ഒരു BBC കൊടുത്ത ഒരു റിപ്പോർട്ടിൽ അവിടുത്തെ ഒരാൾ പറഞ്ഞതാണ്, അവരുടെ പേര്, അതായത് യുണൈറ്റഡ് ലീഗ് ഓഫ് ലാറ്റിൻ അമേരിക്കൻ സിറ്റിസൺസ് അസോസിയേഷന്റെ ചെയർ BBC കൊടുത്ത റിപ്പോർട്ടാണ്, കൊടുത്ത ഇന്റർവ്യൂ ആണ്. നോ നീഡ് ഫോർ ഡൊണാൾഡ് ട്രംപ് ടു ഡിപ്ലോയ് ദി നാഷണൽ ഗാർഡ് വെൻ ദർ ആർ
of 17,000 പോലീസ് പേഴ്സണൽസ് ഇൻ ലോസ് ആഞ്ചലസിൽ 17,000 പരം പോലീസ് ഓഫീസേഴ്സ് ഉള്ളപ്പോൾ ആ ഈ 2,000 പേരെ ഇങ്ങോട്ട് ഇറക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് ഇവർ പറഞ്ഞത്. ഇത് മനഃപൂർവ്വം എഴുതിയിരിക്കുന്നത്, അല്ല, മനഃപൂർവ്വം പക്ഷെ അതിന് ഇറക്കിയിരിക്കുന്നത്. ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മറുപടിയുണ്ട്. അവിടെ പ്രാദേശിക ഭരണകൂടങ്ങൾ പരാജയപ്പെട്ടുവെന്നും അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ നേരിട്ട് പ്രവർത്തിക്കുമെന്നും ട്രംപ് പറയുന്നുണ്ട്. But see, constitutionally he can't. Constitutionally he can't. It's a federal state ആണ്. അദ്ദേഹം ഇമ്പോസ് ചെയ്യാൻ ഇവരുടെ കൺസെന്റ് ഇല്ലാതെ ഈ സാധനം അവിടെ ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. ഇമ്പോസ് ചെയ്ത സമയമാണ് ഞാൻ ഈ പറഞ്ഞത്. അതേ രീതിയിൽ ഡ്രാസ്റ്റിക് ആയ ഒരു സിറ്റുവേഷൻ അല്ല അവിടെ. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത, ഈ സ്ഥലത്തിന്റെ പ്രത്യേകതയുണ്ട്. അതായത് അവിടെ മജോറിറ്റി ഓഫ് ആളുകൾ മൈഗ്രൻസ് ആണ്, അല്ലെങ്കിൽ മൈഗ്രന്റ് കമ്മ്യൂണിറ്റിയാണ്. ഇപ്പം ബ്രിട്ടനിൽ ബർമിംഗ്ഹാം എന്ന് പറയും പോലെയോ അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ എന്ന് പറയും പോലത്തെ ഒരു സ്ഥലമാണിത്. അവിടെ പെട്ടെന്ന് 3,000-ൽ കൂടുതലുള്ള ആളുകളെ ഒരു ഡേ അറസ്റ്റ് ചെയ്ത് ഡിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ട്രിഗർ പൊളിറ്റിക്കൽ പോളറൈസേഷൻ ഉണ്ടാവും. ജനങ്ങൾ പീപ്പിൾ വിൽ ടേക്ക് ടു ദ സ്ട്രീറ്റ്. ഇവിടെ ബ്രിട്ടനിൽ കഴിഞ്ഞ വർഷം സമ്മറിൽ ഉണ്ടായില്ലേ? അപ്പോഴത്തേക്കും ജനങ്ങൾ കൃത്യമായി സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. അപ്പൊ ഇത് ഇമ്പോസ് ചെയ്യാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആ ലോസ് ആഞ്ചലസിലെ ഗവർണറുടെ റെസ്പോൺസ് ആണ് കേൾക്കേണ്ടത്. അദ്ദേഹം ട്വീറ്റ് ചെയ്തതാണ്, അതൊരു എക്സിൽ കുറിച്ചതാണ്. അതിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ, അതായത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതിന് അദ്ദേഹം കൊടുത്ത മറുപടിയാണ് കമാൻഡ് ടു അറസ്റ്റ് മീ, ഐ വോണ്ട് സ്റ്റോപ്പ്. അതായത് ആ കമ്മ്യൂണിറ്റിയാണ് അദ്ദേഹം പ്രൊട്ടക്ട് ചെയ്യുന്നത്, അല്ല ട്രംപിനെ അല്ല. ഒരു ഗവർണർ ആ സൊസൈറ്റിയിൽ ഈ ലോസ് ഏഞ്ചലസിലുള്ള എല്ലാ കമ്മ്യൂണിറ്റി ഒരുപോലെ പുള്ളിക്ക് അഡ്രസ് ചെയ്യണം. അതിൽ ട്രംപ് പറയുന്ന അപ്പടി ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായും ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊന്നുമല്ല, ഈ ഗുരുതരമായ അതായത് ഈ മറ്റ് പൊളിറ്റിക്കൽ ഡിബേറ്റ്സ് ഒഴിവാക്കാൻ ട്രംപ് വേഴ്സസ് മക്സ് ആ വിഷയം ഒന്ന് സെറ്റിൽ ചെയ്യാൻ അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രാസ്റ്റിക് സ്റ്റെപ്പാണ്. അതിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഈ ട്രംപിന്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് അദ്ദേഹം ഇട്ടാണ്, ഇഫ് ദേ കാൻ കൺട്രോൾ വിൽ കോൾ ദ ട്രൂപ്സ് ഇൻ, അതായത് ആർമിനെ വിളിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അതേ രീതിയിലേക്ക് ഈ വിഷയം എത്തിയിട്ടില്ല. ഇദ്ദേഹം കൃത്യമായി ടോപ്പിക് ഡൈവേർട്ട് ചെയ്യാൻ, യഥാർത്ഥമായ പ്രശ്നം അഡ്രസ് ചെയ്യാതെ ഈ വിഷയത്തിൽ മസ്ക് വേഴ്സസ് ട്രംപ് ഒഴിവാക്കാൻ ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ ഗിമിക്കാണ്. അതാണോ ശ്രീ സജിമോൻ ആന്റണി? അതായത് ഇപ്പോൾ